ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി നടൻ പൃഥ്വിരാജ് എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എറണാകുളം കണ്ടനാട് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് പൃഥ്വിരാജ് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയും വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു പൃഥ്വിരാജ്. ഇപ്പോൾ കണ്ടനാട്ടെ വീട്ടിലേക്ക് പൃഥ്വിരാജ് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പാർവതി തിരുവോത്തും എത്തിയിരുന്നു. ഒപ്പം കലാഭവൻ ഷാജോണും ഇന്ദ്രൻസും ജഗദീഷും അടക്കമുള്ള ആളുകളും എത്തിയിരുന്നു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. ലേബി, പ്രിയപ്പെട്ട ശ്രീനിവാസന് വിട പറയാൻ ഓരോരുത്തരായി എത്തുകയാണ്. ഇപ്പോൾ പൃഥ്വിരാജിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതേ സുജയ, ഓരോരുത്തരായി അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് ഇപ്പോൾ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പം മുമ്പ് പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ ഇങ്ങോട്ട് വന്നിരുന്നു. ഇന്ദ്രൻസിനെ കണ്ടു, ഷാജോൺ വരുന്നത് കണ്ടു. അങ്ങനെ സാധാരണഗതിയിലൊക്കെ അന്തിമോപചാര ചടങ്ങ് വളരെ ദീർഘസമയം ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. അവിടെ എത്തി മടങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വീട്ടിലുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന പതിവെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇന്നലെ രാവിലെ മുതൽ കണ്ടവരെല്ലാം വീണ്ടും ശ്രീനിയേട്ടന് അന്ത്യയാത്ര പറയാൻ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടനാട്ടെ വീട്ടിലുള്ളത്. എത്രയോ കാലമായി സുജയ, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മളെയൊക്കെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചുമൊക്കെ കടന്നുപോയ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾക്കൊപ്പമാണല്ലോ നമ്മളുടെയൊക്കെ ഒരു കാലം നമ്മളങ്ങനെ വളർന്നു നീങ്ങിയത്. ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ തലമുറയിൽപ്പെട്ടവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയാൻ സാധിക്കും. കേവലം ഒരു ചടങ്ങിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു ഔപചാരിക ചടങ്ങല്ല നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് കാലത്തെ ഓർമ്മകളുള്ള മനുഷ്യരാണ് ഇവരെല്ലാം. 48 വർഷം ശ്രീനിവാസൻ സിനിമാ ലോകത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരനൂറ്റാണ്ടിന്റെ ഓർമ്മകൾ, അത് പല ചലച്ചിത്രകാരന്മാരുമായി നേരിട്ടുള്ള ബന്ധം, ആഴത്തിലുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുണ്ട്. ലെബി, ഇപ്പോൾ സംവിധായകൻ ഫാസിൽ അവിടേക്ക് ശ്രീനിവാസനെ അവസാനമായി ഒന്ന് കാണാൻ, വിട പറയാൻ എത്തിയിരിക്കുകയാണ്. അതേ സുജയ, ഫാസിൽ ഇപ്പോൾ വീടിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാസിൽ അടക്കമുള്ളവർ, നേരത്തെ രാജസേനൻ വരുന്നു. സിനിമാ മേഖലയിലെ സമസ്ത മേഖലയിലും സിനിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും ഇങ്ങോട്ടെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീനിവാസന് യാത്ര പറയാൻ, അവസാന യാത്രാമൊഴിയേകാൻ ഇങ്ങോട്ട് ഒരു നാടൊന്നാകെ എത്തുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ സുജയ, ഇതിൽ പ്രധാനപ്പെട്ടവരുണ്ട്. സിനിമാ മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഉള്ളവരെല്ലാവരും വരുന്നതിനൊപ്പം വളരെ സാധാരണക്കാരായ ആളുകൾ, സാധാരണ സിനിമയിൽ ഇത്രയും പ്രധാന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്ന ദീർഘകാലം നൂറ്റാണ്ടോളം സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരാൾ വേർപിരിയുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ട് മാത്രമായിരിക്കും നിറയുക. എന്നാൽ നോക്കുക, ഈ സാധാരണക്കാർ ഇതിൽ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ച അത് മുറിയുന്നതേയില്ല. അതിൻ്റെ നിര ഇങ്ങനെ മുറിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയം മുതൽ ഇങ്ങോട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ വരികയാണ്.